മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികമാണിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി മറിയാമ്മ ഉമ്മൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഉമ്മൻചാണ്ടി സാറ് പോയിട്ടിപ്പോൾ ഒരു വർഷമാവുകയാണ്. എങ്ങനെയാണ് ആ ഒരു വർഷത്തിനെ ഒന്ന് പെട്ടെന്ന്, കാരണം ഒരു ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു ഇക്കാലം അത്രയും, അതിനുശേഷം വളരെ പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു വർഷം ആൾക്കൂട്ടമൊക്കെ ഇല്ല. ആൾക്കൂട്ടം ഇല്ലെന്ന് പറയാനും കഴിയില്ല. എങ്ങനെയാണ് അതിനെ ഒന്ന് ഓർമ്മിക്കുന്നത്? 3-4 മാസം നമ്മുടെ കല്ലറയും ഒന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു 3-4 മാസം അറിഞ്ഞില്ല. പിന്നെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അത് ശൂന്യത വല്ലാതെ വരാൻ അപ്പം അതിനൊരു ഡൈവേഷൻ വന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴെല്ലാം വല്ലാതെ ആ ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു തരത്തിൽ നമ്മൾ റിക്കവറി പോയി എന്ന് വെച്ചാൽ ആൾക്കൂട്ടം ഇതുപോലെ ആൾക്കൂട്ടത്തിലാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവം ഇത്. മാത്രമല്ല, ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടെയും ഈ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിലും പുതുപ്പള്ളിയിലുമൊക്കെ രാവിലെ മുതൽ ആളുകളും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. അതിനുശേഷം പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മകൻ MLA അതിനുശേഷവും? മകൻ MLA ഇപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പേ വരത്തുള്ളൂ. ഈ വരുന്നത് അധികം യൂത്ത്. അതൊരു ഇതിൻ്റെതായൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞാലും കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പാവങ്ങളും ഒരുപാട് പാവപ്പെട്ട ഒരുപാട് പ്രായമുള്ളവരും എല്ലാ ഏജ് ഗ്രൂപ്പുകാരും വന്നിരുന്നു, നേതാക്കന്മാരും. പിന്നെ ഇലക്ഷൻ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി ഒരുപാട് മിസ് ചെയ്തു. ഇവിടെ നേതാക്കന്മാരൊക്കെ എല്ലാവരും ഒരുപാട് പേര് വരും. പിന്നെ ഉമ്മൻചാണ്ടി എല്ലാ ഇലക്ഷൻ സ്ഥലത്തും നിറഞ്ഞു നിൽക്കും. അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ തന്നെ കല്ലറയിൽ കൃത്യമായ കണക്ക് പോലും കിട്ടിയിട്ടില്ല. പക്ഷെ 3 ലക്ഷത്തിലധികം ആളുകൾ ഈ ഇത്ര കാലത്തിനിടയിൽ വന്നിട്ടുണ്ടെന്നാണ്. അല്ല, 3 ലക്ഷം ജനങ്ങൾ എനിക്ക് തോന്നുന്നു 41-നകം തന്നെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കലും അദ്ദേഹം ഏകാന്തത ആഗ്രഹിച്ചില്ല. അതുപോലെ തന്നെ കല്ലറയിലും ഏകാന്തത ഇല്ലാതെ ദൈവം ആൾക്കാരെ വന്നും പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു മെഴുകു പ്രതിമ അദ്ദേഹത്തിൻ്റെതായി അനാച്ഛാദനം ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും തോന്നി? ഭയങ്കര ഒരു ദുഃഖം തോന്നി. കുഞ്ഞിൻ്റെ ആ പ്രസൻസ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഉമ്മൻചാണ്ടി ഓർമ്മ വന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി സാറ് ഈ തിരക്കായിരിക്കുമല്ലോ സാധാരണ. അപ്പോൾ ഈ കുടുംബമൊത്ത് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടാറുണ്ടായിരുന്നു? അങ്ങനെ വലിയ സമയമില്ല. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഓണം ഉണ്ണുന്നതും ഞങ്ങൾ ഉമ്മൻചാണ്ടി ഒരു തരത്തിൽ 12 മണിയാവും ഓണം ഉണ്ടില്ലെന്ന് വരുത്തി പോവും. പക്ഷേ ഓണം ഉണ്ണലുണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് RCC പേഷ്യൻസുമായിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ പിൻഗാമിയായി പാർട്ടിയിൽ വന്ന് ഒരുപാട് പേരുണ്ട്. ഈ മരണാനന്തരം അവരൊക്കെ നിത്യസന്ദർശകരായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി പിൻഗാമി ഉമ്മൻചാണ്ടി മകനാ. അങ്ങനെയല്ല, ഉമ്മൻചാണ്ടി കൈപിടിച്ച് പാർട്ടിയിലേക്ക് എത്തിച്ച ഒരുപാട് പേരുണ്ട്, ഒരുപാട് ചെറിയ നേതാക്കളോ. അവരെയാരെയും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവർ പിന്നീട് വന്നിട്ടില്ല. വെച്ചിട്ടുണ്ട് അവരെ. ഈ പിൻഗാമി എന്ന് അവരെ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. പ്രായമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായ നേതാക്കളൊന്നും. വിശ്വനാഥ് വന്നിട്ടുണ്ട്. വിശ്വനാഥ് വേറെ ആരെയും ഞാൻ ഓർക്കുന്നില്ല കണ്ടതായിട്ട്. പിന്നെ കലറയൊക്കെ പോയി കാണും. ഓക്കെ. അതുപോലെ തന്നെ ഈ ചരമവാർഷിക ദിനത്തിൽ എന്തൊക്കെയാണ് തിരക്കുകൾ? അത് കുറേ ദിവസമായിട്ട് നല്ല തിരക്കാണ്. ഓരോ ചാരിറ്റി പ്രോഗ്രാം ഒത്തിരി ഉണ്ട്. ചാലക്കുടിയിലെ 12-ാം തീയതി സനീഷ്, ഞങ്ങളുടെ എത്രയോ അടുപ്പമുള്ള ഒരു MLA ആണ് സനീഷ്. 25 ലക്ഷം രൂപ, 5000 രൂപ 500 പിള്ളേർക്ക് കൊടുത്ത ആ ഗവർണറുടെ ഒരു പ്രോഗ്രാം, അതിനും ഞാൻ പോയിരുന്നു.